അങ്ങനെ ഞങ്ങൾ വീണ്ടും മസാല ബോട്ടിലേക്ക് പോയിട്ടോ. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു മിനി റോബോട്ട് പോലത്തെ ഒരു സാധനം. ഇതാണ് ഈ റെസ്റ്റോറൻറ്റ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ കൂടി. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും പോയപ്പോൾ ജസ്റ്റ് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ചേട്ടൻ ചോറും മീൻ കറി ആയിരുന്നു. കേരള ഫിഷ് ഫ്രൈ അല്ല സോറി ഫിഷ് കറി ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ചേട്ടന് അത് കണ്ടപ്പോൾ അതാണ് വാങ്ങിച്ചത്. ഞാൻ ബിരിയാണി വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഒരു താലി വെജിറ്റേറിയൻ താലി വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ ബിരിയാണിയിലേക്ക് അത് മാറ്റി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി, കുറേ ഉണ്ടായിരുന്നു ബിരിയാണി. പിന്നെ ഇത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആ റോബോട്ട് ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഓരോന്നിങ്ങനെ കൊണ്ടുവരും ഫുഡ്. അപ്പോൾ അത് നമ്മളത് എടുത്ത് ടേബിളിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ എൻ്റെ വണ്ടി പോയി. അപ്പോൾ ഞാൻ ടാറ്റാ എന്നൊക്കെ പറഞ്ഞു ആ വണ്ടിക്ക്. ഇനി അടുത്തത് നമ്മുടെ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ കാത്തിരിക്കണത്. ഇതാണ് ചേട്ടൻ്റെ ഫിഷ് കറി. ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വണ്ടിയിൽ. അങ്ങനെ ഫൈനലി ഫിഷ് കറിയും കൂടി എത്തിയിട്ടോ. അടിപൊളി ഫിഷ് കറി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ ചോറും ഫിഷ് കറി വാങ്ങിച്ചപ്പോൾ ഫിഷ് കറി ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഞാനും അത് ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിച്ചോ. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഫിഷ് കറി കൊണ്ടുവന്ന ആ റോബോട്ടിനോടും താറ്റ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഞാനങ്ങനെ പതിയെ എൻ്റെ ബിരിയാണി പ്ലേറ്റിലൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ വെച്ചാൽ ബിരിയാണിയും കൊള്ളില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ബിരിയാണിയും കൂടി ആയിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ മനസ്സും വയറും ഒരുമിച്ച് നിറഞ്ഞു. നല്ല ചോറും ഫിഷ് കറിയും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറും ഫിഷ് കറി. അപ്പോൾ അത് കണ്ടപ്പോൾ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞുള്ളത്